നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മൾ വെച്ച വീട് അല്ലേ, ആ വീട്ടിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു സ്വസ്ഥത സമാധാനം ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ അതെത്തിനാ ഇപ്പോൾ വീട് അല്ലേ? പിന്നെ ഇപ്പോൾ വീടിൻ്റെ ആവശ്യമുണ്ടോ? ഒരു ആവശ്യമില്ല. വീടിൻ്റെ ഉള്ളിൽ സ്വസ്ഥതയും സമാധാനം ഇല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ വീട് എന്ന് പറയില്ലല്ലോ അതിന്. ഇൻഷാ അല്ലാ ഞാൻ ഈ പറയുന്ന ചില അടയാളങ്ങൾ നിങ്ങളുടെ ഒക്കെ വീട്ടിലുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. പ്രിയപ്പെട്ട ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോസുകളൊക്കെ കാണുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ചില ആളുകൾ ഇവിടെ വന്ന് പറയാറുണ്ട്, ഉസ്താദേ വീട് വെച്ച അന്ന് തുടങ്ങിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല. എന്തൊക്കെ ചെയ്തിട്ട് എന്താ ഉസ്താദേ, ഒരു റാഹത്തോ സന്തോഷമോ ഒന്നും പെരൻ്റെ ഉള്ളിൽ കിട്ടണില്ല. എന്താണ് കാരണം എന്നറിയില്ല. വീടിൻ്റെ പ്രശ്നമാണോ, ഭൂമിയുടെ പ്രശ്നമാണോ, വീടിന് വല്ല സിഹ്റോ കണ്ണോ തട്ടിയതാണോ, ഒന്നും അറിയൂല. ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് അല്ലേ. ഇപ്പോൾ ഈ വോയിസ് കേൾക്കുന്ന നിങ്ങൾക്കും ചില സമയങ്ങളിൽ ഉള്ള ഡൗട്ടായിരിക്കും, പഠിച്ചോനെ വീട്ടിൽ വന്നതിന് ശേഷം റാഹത്ത് കിട്ടിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ റാഹത്തും സമാധാനമൊന്നുമില്ല. എന്താണിത് കാരണം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അറിയാൻ എന്താണൊരു മാർഗം? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാ അള്ളാഹു നല്ല റാഹത്തും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ തരട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മൾ വെച്ച വീട് അല്ലേ, ആ വീട്ടിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു സ്വസ്ഥത സമാധാനം ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ അതെത്തിനാ ഇപ്പോൾ വീട് അല്ലേ? പിന്നെ ഇപ്പോൾ വീടിൻ്റെ ആവശ്യമുണ്ടോ? ഒരു ആവശ്യമില്ല. വീടിൻ്റെ ഉള്ളിൽ സ്വസ്ഥതയും സമാധാനം ഇല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ വീട് എന്ന് പറയില്ലല്ലോ അതിന്. ഇൻഷാ അല്ലാ ഞാൻ ഈ പറയുന്ന ചില അടയാളങ്ങൾ നിങ്ങളുടെ ഒക്കെ വീട്ടിലുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ വീടിന് വല്ല കണ്ണോ സിഹറോ ഏറ്റിട്ടുണ്ടാകും. നിങ്ങൾ നിൽക്കുന്ന ഭൂമിയിൽ വല്ല സിഹറോ അല്ലെങ്കിൽ ആ വീടിന് വല്ല കണ്ണേറ് ബാധിച്ചിട്ടുണ്ടാകും. വീടിന് കണ്ണേറ് ബാധിക്കും ഉസ്താദേ? മനുഷ്യന്മാർക്കല്ലേ കണ്ണേറ് ബാധിക്കുക? ഒരിക്കലുമില്ല. വീടിനും കണ്ണേറ് ബാധിക്കും. നമ്മുടെ കയ്യിലുള്ള ഓരോ വസ്തുവിനും കണ്ണേറ് സംഭവിക്കും, അതിലൊരു സംശയവുമില്ല. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് വീടുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ നോക്കിയാലോ നമുക്ക് എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളത്. ഒന്നാമതായിട്ട് പറയുന്നത് കാരണമില്ലാത്ത വഴക്കുകളാണ്. നിസാര കാര്യത്തിന് വീട്ടുകാർ തമ്മിൽ എന്ത് ചെയ്യുക, കഠിനമായിട്ട് ശത്രുത കൂടുക, അടി കൂടുക, പിണങ്ങുക, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടാതെ നടക്കുക. ഇത് ഒരു ദിവസം രണ്ട് ദിവസം അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിത് സ്വാഭാവികം, എല്ലാ വീട്ടിലും സംഭവിക്കുന്നതാണെന്ന് നമുക്ക് കരുതാം. പക്ഷെ എപ്പോഴും ഇങ്ങനെ ആകുമ്പോൾ ഒരു രസമില്ലല്ലോ, ഉണ്ടോ? എപ്പോഴും അടിയാവുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. വീടിനുള്ളിൽ കയറിയാൽ എപ്പോഴും പ്രശ്നം, ഭാര്യയും ഭർത്താവും അടി, മക്കളും ഉമ്മയും അടി, ഇപ്പയും മക്കളും തമ്മിൽ ഐക്യമില്ലായ്മ, ഇങ്ങനെ പരസ്പരം ഒരു ഒരുമയില്ലാത്ത ജീവിതം, എപ്പോഴും പ്രശ്നങ്ങളും വഴക്കും വക്കാണൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ തള്ളി നീക്കണുണ്ടോ, ആ വീടിന് അല്ലെങ്കിൽ ആ ഭൂമിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. നോക്കുന്നത് നല്ലതായിരിക്കും. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അമിതമായ തളർച്ച. നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നമ്മൾ കയറുമ്പോൾ, ആ വീട്ടിലങ്ങോട്ട് കയറുമ്പോൾ മാത്രം മനസ്സിനും ശരീരത്തിനും ഒരു ഭാരവും മടിയും ക്ഷീണവും അലസതയൊക്കെ ഇങ്ങനെ തോന്നുക. പുറത്തിറങ്ങിപ്പോയാൽ നല്ല സുഖമുണ്ട്. പെരീക്ക് ഇങ്ങോട്ട് കയറിയാൽ പിന്നെ പറയണ്ട ഓരോ പ്രശ്നങ്ങൾ. ഇങ്ങനെ നിങ്ങളെ ലൈഫിൽ നിങ്ങളെ വീട്ടിൽ നടക്കണുണ്ടോ? പുറത്ത് അമ്മായിൻ്റെ കൊടുക്കും, ഏളാമാൻ്റെ കൊടുക്കും, ഉമ്മാൻ്റെ കുട്ടിക്കൊക്കെ പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അവിടെ പോകുമ്പോൾ എന്തൊരു സന്തോഷമാണ് മനസ്സിന്. ആ പെരിയിൽ നിന്നിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എന്തോ ഒരു റാഹത്താണ് അങ്ങനെ തോന്നുക. പെരൻ്റെ ഉള്ളിൽ കയറി ചെന്നാൽ മടുത്ത്, അങ്ങനെയൊക്കെ ഒരു ചിന്ത. 24 മണിക്കൂറും കിടക്കന്നെ, ഒരു പണിയും എടുക്കാൻ വയ്യ അല്ലേ? ഒരു പണി എടുക്കാൻ വയ്യ, 24 മണിക്കൂറും കിടക്കുക. ഞാൻ അടുക്കളയിൽ പോയി എന്തെങ്കിലുമൊക്കെ ഒരു പണി എടുത്താൽ തന്നെ വീണ്ടും വേഗം വരിക,
വീണ്ടും കിടക്കുക. ചോറ് വെക്കാൻ അരി വെള്ളം തീമിട്ട് കണ്ടൊന്ന് വേഗം വന്നൊന്ന് കിടക്കുക അല്ലേ, എന്നിട്ട് കിടന്നിട്ട് പിന്നെ നീക്കുക, പിന്നെ വേഗം പോയി കണ്ട് എന്ത് ചെയ്യുക, അത് ഊറ്റിയിട്ട് വരിക. ഇങ്ങനെ ക്ഷീണവും തളർച്ചയും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളെ വീട്ടിൽ കയറുമ്പോൾ നിങ്ങൾക്കൊരു സ്വസ്ഥതയില്ലായ്മ ഉണ്ടോ? എന്നാൽ സൂക്ഷിച്ചോളി, എന്തോ ഒരു തകരാറ് നിങ്ങൾ താമസിക്കുന്ന ഭൂമിക്കോ വീടിനോ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടൊരു മനുഷ്യനുണ്ടാകണമല്ലേ? അതേ, സ്വാഭാവികമായിട്ടൊരു മനുഷ്യന് ക്ഷീണം ഉണ്ടാവും, തളർച്ച ഉണ്ടാവും, അസ്വസ്ഥത തോന്നും. സ്വാഭാവികം എന്ന് പറയുമ്പോൾ അത് വല്ലപ്പോഴൊക്കെ സംഭവിക്കുന്നതാണ്. എപ്പോഴും ഇങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ ഇത്തരമൊരു ചിന്തയിലേക്ക് പോകേണ്ടതുള്ളൂ. മനസ്സിലായോ? അടുത്തതായിട്ട് പറയുന്നത്, നമ്മൾ താമസിക്കുന്ന വീടിനുള്ളിൽ ഒരു വൃത്തികെട്ട സ്മെല്ല്, ദുർഗന്ധം. മനസ്സിലായോ? വീട് എത്ര വൃത്തിയാക്കിയാലും ആ മണം പോവില്ല. അത് പിന്നെ എവിടുന്നെങ്കിലൊക്കെ ഒരു സ്മെല്ല്, എപ്പോഴും ഒരു സ്മെല്ല് ഇങ്ങനെ തോന്നുക. എന്താണിത്, എവിടുന്നാണ് ഈ സ്മെല്ല് എന്നറിയാതെ നമ്മളിങ്ങനെ തപ്പി നടക്കുക. അങ്ങനെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വീടിൻ്റെ ഉള്ളിൽ നിന്ന് സ്മെല്ല് തോന്നുക. എന്നാൽ വീട് പെനോയിലിട്ടിട്ടും മറ്റേ വേറെ എന്തോ ഒരു തൈലം ഉണ്ടല്ലോ, എന്താണ്, പുൽത്തൈലൊക്കെ ഇട്ടിട്ട് ഒക്കെ കഴുകി വൃത്തിയാക്കി തുടച്ചു, പക്ഷെ എന്നാലും ഒരു സ്മെല്ല്, ഒരു ദുർഗന്ധം തോന്നുക. അങ്ങനെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, എന്തോ ഒരു കുഴപ്പം ആ വീടിനോ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ഭൂമിക്കോ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് പറയുന്നത്, ഭക്ഷണത്തിലെ ബറക്കത്ത് കുറയുക. എന്താണ് ഈ ഭക്ഷണത്തിലെ ബറക്കത്ത് കുറയുക എന്ന് പറഞ്ഞാൽ, നമ്മൾ എത്ര ഭക്ഷണം ഉണ്ടാക്കിയാലും അത് തികയാതെ വരുന്ന ഒരു സാഹചര്യം. ഒന്നൊരിക്കൽ അങ്ങനെ, അല്ലെങ്കിൽ എത്ര പുതിയ ഭക്ഷണമാണെങ്കിലും അത് കേട് വന്നു പോവുക. ഉച്ചക്ക് ഉണ്ടാക്കിയ ചോറാണ്, ഒരിക്കലും അത് രാത്രിയാകുമ്പോഴത്തേന് കേട് വരില്ല, പക്ഷെ രാത്രിയാകുമ്പോഴത്തേന് അത് കേട് വന്നിട്ടുണ്ടാവും. രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണം ഉച്ചയാകുമ്പോഴത്തേന് കേട് വരാൻ ഒരു ചാൻസും ഇല്ല, പക്ഷെ ഉച്ചക്ക് അതൊന്ന് കഴിക്കാൻ നേരിട്ട് എടുത്ത് നോക്കുമ്പോൾ കേട് വന്നിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ വീട്ടിലെ ഭക്ഷണങ്ങൾ പെട്ടെന്ന് കേട് വന്നു പോകുന്നുണ്ടെങ്കിൽ, മനസ്സിലായോ? പെട്ടെന്ന് കേട് വന്നു പോകുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ 4 ആൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി, പക്ഷെ അത് തികയാതെ വരുന്നൊരവസ്ഥ. എല്ലാവരും തിന്നു വന്നപ്പോൾ ഉമ്മാക്ക് കിട്ടിയില്ല. കുറച്ച് അരി ഇട്ടുകാണ്ട് 4 ആൾക്ക് തികച്ചാൽ തികയൂല, അങ്ങനെയല്ല ഞാൻ പറയണത് കേട്ടോ. ഇതൊക്കെ സ്വാഭാവികം ഒരു വീട്ടിൽ നടക്കുന്നതാണെങ്കിൽ സ്വാഭാവികമായിട്ടെന്ന് പറയാം. ഇതൊക്കെ എപ്പോഴും നടക്കുന്ന സംഭവമാണെങ്കിൽ മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഭക്ഷണം കേടുവരികയും തികയാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, എന്തോ ഒരു കുഴപ്പം ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി അടുത്തതായിട്ട് പറയുന്നത്, സാമ്പത്തിക തടസ്സങ്ങൾ. എങ്ങനെ സാമ്പത്തിക തടസ്സം വരും? പണം ധാരാളം വരുന്നുണ്ട്, പക്ഷെ ഒന്നിനും അങ്ങോട്ട് തികയണില്ല. മനസ്സിലായോ? കടം കൂടി വരിക. മറ്റുള്ളവരൊക്കെ വിചാരം നമുക്ക് നല്ല പൈസ ഉണ്ട് എന്നാണ്, പക്ഷെ നമുക്ക് പൈസ വരുന്നുണ്ടെങ്കിൽ കൂടി നമ്മളെ കയ്യിൽ അതൊന്നും നിൽക്കണില്ല. ഇങ്ങനെ ചിലവായി ആ വീട്ടിൻ്റെ ഉള്ളിൽ എത്ര പൈസ കൊടുത്തു വെച്ചാലും അതെന്താകില്ല, ഉപയോഗിക്കാൻ അങ്ങോട്ട് കിട്ടൂല. അതെന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് ചിലവായി പോവുക. ഇങ്ങനെ കടം വർദ്ധിച്ച് വരികയും വരുമാനം കയ്യിൽ നിൽക്കാതെ സേവിങ്സ് ഒന്നുമില്ലാതെ ചിലവായി പോകുന്നുണ്ടോ? കുറേ കാലമായിട്ട് ആ വീട്ടിൽ താമസിക്കുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളി, എന്തോ ഒരു കുഴപ്പം അവിടെ ഉണ്ട്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, ഉറക്കമില്ലായ്മ. വീട്ടിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ പേടി സ്വപ്നം കാണുക, അതേപോലെ തന്നെ നെട്ടി എഴുന്നേൽക്കുക. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. ആ വീട്ടിൽ എപ്പോൾ കിടന്നാലും ഒന്ന് റാഹത്തായിട്ടൊന്നും ഉറങ്ങാൻ പറ്റണില്ല. ഒന്നിരിക്കെ പേടിച്ച് നീക്കുക, നെട്ടി നീക്കുക. മനസ്സിലായോ? പേടി സ്വപ്നങ്ങൾ കണ്ടിട്ട് നെട്ടി നീക്കുക. ഇങ്ങനെ വീടിനുള്ളിൽ ഉറങ്ങാൻ കഴിയാതെ, ഒരു റാഹത്തോടുകൂടി ഉറങ്ങാൻ കഴിയാതെ പേടി സ്വപ്നങ്ങൾ കാണാൻ, നെട്ടി നീക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, എന്തോ ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വീട്ടുപകരണങ്ങൾ അതിങ്ങനെ തകരാറിലാവുക, കേടുവരിക. ബൾബ്, പൈപ്പ്, ഇലക്ട്രോണിക് സാധനങ്ങൾ, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേടുവരിക. ഇപ്പം അടുത്ത് മാറ്റിയിട്ടുള്ള ബൾബ് പക്ഷെ അത് പൊട്ടുക, ആ പൈപ്പ് ഇപ്പം അടുത്ത് മാറ്റിയിട്ടുള്ളൂ പക്ഷെ അത് പൊട്ടിപ്പോയി. ഇങ്ങനെ വീട്ടിലെ സാധനങ്ങൾ ഇങ്ങനെ കേടുവരിക, ഇങ്ങനെ കേട് വന്നു പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വല്ലപ്പോഴും നമ്മളെ കൈ തട്ടി പൊട്ടുന്ന പൈപ്പോ ചില്ലൊന്നുമല്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ
നല്ലോണം സൂക്ഷിച്ചോളി. എന്തോ ഒരു നെഗറ്റീവ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ഇനി അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ ചില ആളുകൾ ഭയങ്കരമായിട്ട് ചെടികൾ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നവരായിരിക്കും. ഈ നമ്മൾ വെച്ച് പിടിപ്പിച്ച ചെടികളൊക്കെ പെട്ടെന്ന് ഉണങ്ങിപ്പോവുക. എത്ര നന്നായിട്ടത് പരിപാലിച്ചു, വെള്ളം ഒഴിച്ചു കൊടുത്തു, നല്ല വളം ഇട്ട് കൊടുത്തു, പക്ഷെ ചെടി പെട്ടെന്ന് കരിഞ്ഞു പോവുക, ഇലകൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോവുക. ആ ഭൂമിയിൽ എന്ത് നട്ടാലും ഇതാണ് അവസ്ഥ. ഇങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളി. ഇതിന് മറ്റൊരു പരിഹാരം തേടുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി പറയാൻ പോകുന്നത്, നമ്മളെ വീട്ടിലുള്ള കുട്ടികളുടെ കരച്ചിൽ. രാത്രി ആയിക്കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ പേടിച്ച് കരയുക, അതല്ലെങ്കിൽ വീടിൻ്റെ ചില ഭാഗങ്ങളിൽ നോക്കിയിട്ട് കുട്ടികളെന്ത് ചെയ്യുക, പേടിക്കുക. മനസ്സിലായോ? ഒരു സൈഡിൽ ഇങ്ങനെ കുട്ടി നോക്കി നിന്ന് കണ്ട് കരയുക, അങ്ങനെയൊക്കെ ഉണ്ടോ? നിങ്ങളെ വീട്ടിലുണ്ടാകലുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളി, അവിടെ എന്തോ ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. അടുത്തതായിട്ട് പറയുന്നത്, നമ്മുടെ വീട്ടിൽ ഇഴജന്തുക്കളുടെ ശല്യം. വീട് എത്ര വൃത്തിയാക്കിയാലും പാറ്റ, പല്ലി, ഉറുമ്പ്, ചെതൽ ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. അത് വരാനുള്ളൊരു കാരണം അവിടെ ഇല്ല. പല്ലി, പാറ്റ അല്ലെങ്കിൽ ഉറുമ്പ് അങ്ങനെ അതൊന്നും വരാനുള്ള കാരണങ്ങളൊന്നുമില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. വീട് വൃത്തിയാക്കിയിട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മനസ്സിലായ? വണ്ടുകൾ വരിക. ഈ സാധനങ്ങളൊക്കെ നിങ്ങളെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളി, നിങ്ങൾ താമസിക്കുന്ന ഭൂമിയിൽ വീടിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഇബാദത്ത്. അതിലുള്ള മടി വല്ലാതെ നമ്മളെ ഇത് ബാധിക്കുന്നുണ്ടോ നോക്കുക. ബാങ്ക് വിളിക്കുമ്പോൾ അസ്വസ്ഥത തോന്നുക, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അമിതമായി കോട്ടുവായ ഇടുക, അല്ലെങ്കിൽ മടി വരിക, ഖുർആൻ ഓതുമ്പോൾ ദേഷ്യം തോന്നുക, ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ ദേഷ്യം തോന്നുക, എപ്പോഴും കോട്ടുവായ ഇടാൻ തോന്നുക. ഇതൊക്കെ വളരെ ഗൗരവമായ ലക്ഷണങ്ങളാണ്. ആ വീട്ടിൽ താമസിക്കുമ്പോൾ എപ്പോഴും ഇതുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. അവിടെ ഇരുന്നൊരു ഇബാദത്തൊന്നും എടുക്കാൻ കഴിയണില്ലെങ്കിൽ ശ്രദ്ധിച്ചോളൂ, എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അത് നിങ്ങളൊന്ന് നോക്കൽ നിർബന്ധമാണ്. അള്ളാഹു നമ്മൾ താമസിക്കുന്ന ഭൂമിയിൽ പിശാചിൻ്റെ ഉപദ്രവങ്ങളുണ്ടെങ്കിൽ ഖാലിഖായ റബ്ബ് ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെയും എൻ്റെയും എല്ലാവരുടെയും വീടും പറമ്പൊക്കെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അത്തരം പിശാചിൻ്റെ വലയങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെയും നമ്മളെ മക്കളെയും നമ്മളെ വീടും നമ്മളെ വാഹനം എല്ലാം കാവലിലാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളൊക്കെ ദുആ ചെയ്യ്. ഈ അടയാളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളി ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ എല്ലാം കൊണ്ടും വിജയിച്ചവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും.